പ്രവാസ ലോകത്തെ വാർത്തകൾ. ഹോർമുസിൽ അഡ്നോക്ക് എണ്ണ ടാങ്കറുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് UAE. ഹോർമുസ് കടലിടുക്കിൽ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് 2 ടാങ്കറുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ UAE അപലപിച്ചു. ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ കടൽ കൊള്ളയ്ക്ക് തുല്യമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം ആക്രമണങ്ങൾ ഉടൻ നിർത്തണമെന്നും പ്രാദേശിക സുരക്ഷയും ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സ്ഥിരതയും ഉറപ്പാക്കാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും നിരുപാധികമായും തുറന്നു നൽകണമെന്നും UAE ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 13 ഹോർമുസ് കടലിടുക്ക് വഴി സഞ്ചരിക്കുകയായിരുന്ന 2 ടാങ്കറുകൾക്ക് നേരെ ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടന്നതായി യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു. 2 കപ്പലുകൾക്കും ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും അവ യാത്ര തുടർന്നു. ഏറ്റവും ഒടുവിലുണ്ടായ ഈ ആക്രമണത്തോട് US-ഇറാൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഡ്രോൺ അല്ലെങ്കിൽ മിസൈൽ ആക്രമണത്തിനിരയായ അഡ്നോക്ക് കപ്പലുകളുടെ എണ്ണം 17 ഉയർന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വിദേശ കമ്പനികൾക്ക് ഓഫീസ് സൗകര്യമൊരുക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ച് ഷാർജ സാമ്പത്തിക വികസന വകുപ്പ്. കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാനാണ് നീക്കം. വിദേശ കമ്പനികളെ ഷാർജയിലേക്ക് ആകർഷിക്കുന്നതിനും ബിസിനസ് മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുമായി ഷാർജ സാമ്പത്തിക വികസന വകുപ്പ് പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടു. അൽതനീജി ഗ്രൂപ്പുമായി സഹകരിച്ചാണ് വിദേശ കമ്പനികൾക്ക് ഓഫീസ് സൗകര്യമൊരുക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. അൽതനീജി ബിസിനസ് സെന്ററിൽ വിദേശ കമ്പനികളുടെ ശാഖകൾക്ക് ഓഫീസ് സൗകര്യം നൽകുന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. നേരത്തെ സ്റ്റാർട്ടപ്പ് നിക്ഷേപകർക്ക് ഓഫീസ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയും വകുപ്പ് നടപ്പിലാക്കിയിരുന്നു. ഷാർജയിലെത്തുന്ന കമ്പനികൾക്ക് പ്രവർത്തനം ആരംഭിക്കാനും നിയന്ത്രണ വ്യവസ്ഥകൾ പാലിക്കാനും ബിസിനസ് വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കും. മത്സരാധിഷ്ഠിത വിപണിയിൽ കമ്പനികൾക്ക് വളരാനും കൂടുതൽ അവസരങ്ങൾ കണ്ടെത്താനും സഹായിക്കുന്ന ബിസിനസ് അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. വാങ്ങൽ, വിൽപ്പന തുടങ്ങിയ വാണിജ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നതിനും സ്ഥാപനങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഇത്തരം പദ്ധതികൾ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സ്വകാര്യ ഫാർമസികൾക്ക് പുതിയ ലൈസൻസിംഗ് ചട്ടങ്ങൾ പ്രഖ്യാപിച്ച് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം. ഫാർമസികളുടെ പ്രവർത്തനം, ലൈസൻസ് കാലാവധി, ജീവനക്കാരുടെ ഉത്തരവാദിത്തങ്ങൾ എന്നിവയ്ക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതാണ് പുതിയ നിയമം. സ്വകാര്യ മേഖലയിലുള്ള ഫാർമസികളുടെ ലൈസൻസിംഗ് നടപടികളും മരുന്നുകളുടെയും മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെയും വിതരണവും കൂടുതൽ സുതാര്യവും കാര്യക്ഷമമാക്കുന്നതിനുമായാണ് പുതിയ ചട്ടങ്ങൾ പ്രഖ്യാപിച്ചത്. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദിയാണ് ഇത് സംബന്ധിച്ച മന്ത്രിതല ഉത്തരവിൽ ഒപ്പുവച്ചത്. മരുന്ന് വിതരണ രംഗത്ത് കൂടുതൽ ഗുണനിലവാരവും സുരക്ഷിതത്വവും ഉറപ്പാക്കുകയാണ് ഈ നീക്കത്തിലൂടെ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. സ്വകാര്യ ഫാർമസികൾക്ക് പ്രവർത്തനാനുമതി നൽകുന്നതു മുതൽ അവയുടെ നടത്തിപ്പ്, മരുന്നുകളുടെ സുരക്ഷിതമായ സൂക്ഷിപ്പ്, ഉപഭോക്താക്കളിലേക്കുള്ള ഡോർ സ്റ്റെപ്പ് ഡെലിവറി വരെയുള്ള എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിയാണ് പുതിയ സമഗ്ര നിയമാവലി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ ഫാർമസികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും അവരുടെ മേൽനോട്ടക്കാരുടെയും ഔദ്യോഗികവും തൊഴിൽപരവുമായ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സ്വദേശി ഫാർമസിസ്റ്റുകൾ, സഹകരണ സംഘങ്ങൾ, സ്വകാര്യ ആശുപത്രികൾ എന്നിവയ്ക്ക് ലൈസൻസ് നൽകുന്നതിനായി വ്യക്തവും കർശനവുമായ മാനദണ്ഡങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. സ്വകാര്യ ഫാർമസി ലൈസൻസുകളുടെ കാലാവധി 4 വർഷമായി നിജപ്പെടുത്തി. പുതിയ ലൈസൻസ് അനുവദിക്കൽ, നിലവിലുള്ളവ പുതുക്കൽ, ഫാർമസികളുടെ വിസ്തീർണമോ ലൊക്കേഷനോ മാറ്റൽ എന്നിവയ്ക്കുള്ള നടപടിക്രമങ്ങൾ ഉത്തരവിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.